നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വിലയിരുത്തുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി UDF പലയിടത്തും വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 9 വർഷക്കാലം നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അത് വേണ്ടത്ര ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാന ഘടകം, ഈ ഒരു 10 വർഷക്കാല അളവിനുള്ളിൽ പുതുതായി വന്ന വോട്ടർമാർ, അവരെ സംബന്ധിച്ചിടത്തോളം 10 വർഷം മുൻപ് 8 വയസ്സുള്ള ആളുകളിപ്പോൾ പുതുതായിട്ട് വോട്ടവകാശം ലഭിക്കും 18 വയസ്സിൽ. അവരെ സംബന്ധിച്ച് അവർ കാണുന്ന കേരളം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു നവകേരളമാണ്. ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കേരളം, മികച്ച സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളുമുള്ള കേരളം, ആരോഗ്യരംഗത്ത് മികച്ച സംവിധാനങ്ങളുള്ള പൊതുമേഖലയിൽ മികച്ച ആശുപത്രികൾ ഉള്ള കേരളം, മികച്ച റോഡുകളും ഗതാഗത സംവിധാനങ്ങളുമുള്ള കേരളം, വാട്ടർ മെട്രോയും വിഴിഞ്ഞം പദ്ധതിയുമൊക്കെയുള്ള കേരളം. അപ്പോൾ ഈ കേരളത്തെക്കുറിച്ച് ഒരു കഴിഞ്ഞകാല ചരിത്രം, ഭൂതകാലം അവരെ സംബന്ധിച്ച് അജ്ഞാതമാണ്. ആ പുതുതലമുറയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഈ ഒരു മാറ്റം എത്രമാത്രം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. മറ്റൊന്ന്, പുതുതലമുറയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അരാഷ്ട്രീയമാണ്. രാഷ്ട്രീയമെന്നാൽ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കുന്ന, തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. നേരെമറിച്ച് ഈ സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു വിഭാഗം, ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ LDF വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. കാരണം അവരെ സർക്കാർ ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സർക്കാരിൽ വിശ്വാസമുണ്ട്. അതവർ ഉൾക്കൊള്ളുകയും തിരഞ്ഞെടുപ്പിൽ അവിടെ പ്രതിഫലിക്കുകയും ചെയ്തു. ഇതിനൊക്കെ അപ്പുറം 2010 UDF നേടിയ ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.